ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ബുക്ക്. നിങ്ങൾ ഓരോ PSC ഉദ്യോഗാർത്ഥികളുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഓരോ ഉദ്യോഗാർത്ഥികളുടെയും ജീവിതത്തിൽ വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ ആരെയും ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു വീഡിയോ അല്ല ഇത്. അപ്പോൾ ഈ PSC പഠനം തുടരണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് കൺഫ്യൂഷനോടെ നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇന്ന് നമുക്കിടയിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ ഒരു വ്യൂ പോയിന്റ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിൽ ചിലരൊക്കെ ഇതിനോട് യോജിക്കുന്നുണ്ടാവാം, ചിലരൊക്കെ ഇതിനോട് വിയോജിക്കുന്നുണ്ടാവാം. എന്തു തന്നെയായാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ കേരള PSC എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൽ വളരെ ശക്തമായൊരു കോമ്പറ്റീഷൻ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 100% പേരാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ മാക്സിമം പോയാൽ ഒരു 5% പേർക്ക് വരെ ജോലി കിട്ടും. അത്രയും വലിയ കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മെജോറിറ്റി ആളുകളും ഈ PSCക്കായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തും. അപ്പോൾ അതിൽ ഒരുപാട് ഏജായിട്ട് ജോലി കിട്ടുന്നവരുണ്ട്, അതുപോലെ തന്നെ ജോലി കിട്ടാതെ മറ്റ് ഫീൽഡിലേക്ക് പോകുന്നവരും ഉണ്ട്. അപ്പോൾ നിലവിലുള്ള PSC ഉദ്യോഗാർത്ഥികളെ ഞാൻ 2 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാൻ പോവുകയാണ്. ഇതിൽ ആദ്യത്തെ കാറ്റഗറി സർക്കാർ ജോലി മാത്രം ആഗ്രഹിക്കുന്നവരാണ്. അതായത് LGS മുതൽ KAS വരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കുന്നവരാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത്. പിന്നെ മറ്റൊരു കാര്യം, സർക്കാർ ഉദ്യോഗം എന്ന ലക്ഷ്യം നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത ഒന്നാണെങ്കിൽ, അതായത് നാട്ടുകാരുടെയോ വീട്ടുകാരുടെയോ സമ്മർദ്ദം കൂടാതെ നിങ്ങളെടുത്ത തീരുമാനമാണെങ്കിൽ, നിങ്ങൾ അതിനായിട്ട് നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ കാറ്റഗറിയിൽ പെടുന്നവരാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് PSCക്കായിട്ട് പഠിച്ചു പോവാം. ഈ ഒരു വിഭാഗത്തിൽ പെടുന്നവർ ആദ്യം ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ പഠന രീതി ശരിയായ ദിശയിലാണോ എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പുതിയ പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ ചില പുതിയ ശീലങ്ങൾ നമ്മളെ പഠന രീതിയിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഓരോ ദിവസത്തെയും ന്യൂസ് പേപ്പറിൽ നിന്നും നോട്ട് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ SCRT പാഠപുസ്തകങ്ങളിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിലുള്ളവർ ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം തന്നെ ഫിക്സ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പഠിക്കുക. ഇനി രണ്ടാമത്തെ കാറ്റഗറിയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ വീട്ടുകാരുടെയും നാട്ടുകാരുടെയൊക്കെ സമ്മർദ്ദം കൊണ്ട് ചിലർ സർക്കാർ ജോലിക്കായിട്ട് ശ്രമിക്കാം എന്ന് തീരുമാനിക്കാറുണ്ട്. ഈ ഒരു വിഭാഗത്തിലുള്ളവർക്ക് സർക്കാർ ജോലിയോട് അങ്ങനെ ഒരു താല്പര്യം കാണില്ല, പക്ഷേ സർക്കാർ ജോലിയുടെ മറ്റ് ആനുകൂല്യങ്ങളോടൊരു താല്പര്യം കാണും. അപ്പോൾ അതുകൊണ്ട് ഇതിനായി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുണ്ട്. ഇനി PSC പഠിച്ചു തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും കോച്ചിങ് സ്ഥാപനങ്ങളിലായിരിക്കും ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതലായിട്ടും ഓൺലൈൻ ആപ്പുകളാണുള്ളത്. അപ്പോൾ അവിടെയും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടാവും. ഇവിടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഇപ്പോൾ ജനങ്ങൾക്കായിട്ട് ഒരുപാട് സേവനം ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ സർക്കാർ ജോലിയോട് താല്പര്യമില്ലാത്തൊരാൾക്ക് പോലും ഒരു താല്പര്യം തോന്നും. അത് അവരുടെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ് കൂടുതൽ ആളുകളെ സർക്കാർ ജോലിയിലേക്ക് ആകർഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നവർ പാതി മനസ്സോടുകൂടി PSC പരീക്ഷകളെ നേരിടുന്നവരാണ്. അവർക്ക് ശക്തമായിട്ടുള്ളൊരു ലക്ഷ്യമോ അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹമോ ഒന്നും കാണത്തില്ല. എല്ലാ PSC പരീക്ഷകളും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന രീതിയിലാണ് അവർ പോയി എഴുതുന്നത്. അപ്പോൾ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന ഈ ഒരു ചിന്തയോടുകൂടി ഇനിയുള്ള പരീക്ഷകളൊന്നും നമുക്ക് പോയി എഴുതാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ ഫോഴ്സിൻ്റെ പരീക്ഷ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 20 മാർക്കിനോളം സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്. ഈ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് അതാത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരീക്ഷകൾക്ക് മാത്രമേ ഉപകാരപ്പെടൂ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആ ഒരു പോസ്റ്റ് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രമേ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കത്തുള്ളൂ. മുമ്പത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ LD ക്ലർക്കോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റോ അതും അല്ലെങ്കിൽ കമ്പനി ബോർഡോ അതുപോലുള്ള പോസ്റ്റുകൾ എയിം ചെയ്ത് പഠിക്കുന്നവർ വരെ ഫോഴ്സിൻ്റെ പരീക്ഷകൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അവരും ലിസ്റ്റിൽ വരുമായിരുന്നു, അവർക്കും ഫിസിക്കൽ നടത്തുമായിരുന്നു. പക്ഷേ ഒരിക്കലും അവർ ആ ജോലി ആഗ്രഹിക്കുന്നവരല്ല. ഇനി ഒരുപക്ഷെ അവർക്ക് ജോലി കിട്ടിയാലും അവർ ഒരുപാട് നാൾ ആ ജോലി നിൽക്കില്ല. അവരൊന്നെങ്കിൽ ലോങ് ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ജോലിക്കായിട്ട് ശ്രമിക്കുകയോ ചെയ്യും. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് കൊണ്ടുവന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ഇത് തന്നെയാണ്.
ശരിക്കും ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റിനോട് താല്പര്യമുള്ളവർ മാത്രം പരീക്ഷ എഴുതിയാൽ മതി. ഇതുതന്നെയാണ് PSC ഉദ്ദേശിക്കുന്നത്. അതുപോലെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് സ്പോർട്സിൽ നല്ല മികവുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ ഫോഴ്സിലേക്കുള്ള പരീക്ഷകളൊക്കെ എളുപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റും. കമ്പാരിറ്റീവ്ലി മറ്റ് പോസ്റ്റുകളെക്കാളും കോമ്പറ്റീഷൻ ഇവിടെ കുറവാണ്. എന്തെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വയം തീരുമാനിക്കുക, നിങ്ങൾ കാറ്റഗറി 1-ൽ പെടുവോ കാറ്റഗറി 2-ൽ പെടുവോ എന്ന്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കാറ്റഗറി 2-ലുള്ള ആളുകൾക്കും എങ്ങനെയെങ്കിലും ലക്ക് കൊണ്ടൊക്കെ ജോലി കിട്ടുമായിരുന്നു. പക്ഷേ ഇനി മുതൽ കാറ്റഗറി 2-ലുള്ളവർക്ക് ജോലി കിട്ടുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനിയും ജോലി കിട്ടില്ല എന്ന് ഉറപ്പുള്ളവർ, അതായത് ഇനിയും PSC പഠനം തുടർന്നാൽ അത് സമയം വേസ്റ്റായി പോകുന്നതിന് തുല്യമാണ് എന്ന് വിശ്വസിക്കുന്നവർ മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് തിരിയുന്നതാണ് നല്ലത്. നമുക്കറിയാം, എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ കഴിവിന് പറ്റിയ ഒരു തൊഴിൽ മേഖല നിങ്ങൾ കണ്ടെത്തുക. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു തൊഴിലിൽ നിന്ന് മാത്രമേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂ. ഇനി നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു പരാജയമാണ് ഈ ഒരു കാര്യം. അതായത് ഡോക്ടർ, എഞ്ചിനീയർ, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ജോലി, ഇങ്ങനെ 2-3 ഓപ്ഷനിൽ കുടുങ്ങിക്കിടക്കുവാണ് ഇപ്പോഴും നമ്മുടെ മലയാളികൾ. നമ്മുടെ നാട്ടിൽ പഠിക്കാൻ മോശമായ ഒരു കുട്ടിക്ക് വരെ സിവിൽ സർവീസിലേക്ക് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ കിട്ടും. പക്ഷേ ഇവിടെ ആർക്കും ഇപ്പോൾ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ സംഗീതം അല്ലെങ്കിൽ നൃത്തം, സിനിമ ഇതുപോലുള്ള മേഖലകളിലേക്കൊന്നും ഒരു മോട്ടിവേഷനും കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള മേഖലകളിലേക്ക് തിരിയുമ്പോൾ ചില റിസ്കുകളൊക്കെ എടുക്കേണ്ടി വരും. ചിലപ്പം പൈസയുടെ ഷോർട്ടേജ് ഉണ്ടാവാം. ഇതിനോടൊക്കെയുള്ളൊരു ഭയമാണ് പലരെയും ഗവൺമെൻറ് ഉദ്യോഗം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് സന്തോഷം തരുന്ന അല്ലെങ്കിൽ നമുക്ക് സംതൃപ്തി തരുന്ന ഒരു തൊഴിലിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അല്ലാതെ നമുക്കിഷ്ടമില്ലാത്ത ഒരു തൊഴിൽ മേഖലയിലേക്ക് തിരിഞ്ഞാൽ അവിടെ നമ്മൾ പാഴാക്കി കളയുന്നത് നമ്മുടെ സമയമാണ്. നമ്മൾ ഒരുപാട് അധ്യാപകരെ കണ്ടിട്ടുണ്ട്, ഗവൺമെൻറ് ജോലി നേടിയതിന് ശേഷവും അവർ PSC കോച്ചിങ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇപ്പോൾ മൻസൂർ അലി കാപ്പുങ്കൽ, പ്രദീപ് മുഖത്തല, സിപ്പി നൂർദീൻ പോലെ നിരവധി അധ്യാപകർ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന 2-3 പേരുടെ പേരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് അധ്യാപകരുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, എന്തുകൊണ്ട് ഈ പ്രഗത്ഭരായ അധ്യാപകരെല്ലാം സർക്കാർ ഉദ്യോഗം വേണ്ട എന്ന് തീരുമാനിച്ച് PSC അധ്യാപകരായി തുടരുന്നു? അതിനുള്ള ഒരേ ഒരു ഉത്തരം ടീച്ചിങ്ങിനോടുള്ള അവരുടെ ഒരു പാഷനാണ്. അവർക്ക് ഏറ്റവും കൂടുതലും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു മേഖല ടീച്ചിങ് ആണ്. അതുപോലെ നമ്മളും നമ്മുടെ പാഷനെ കണ്ടെത്തുക. നിങ്ങളുടെ പാഷനെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക എന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറയാറുണ്ട്. ഇനി നിങ്ങളുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടി നിങ്ങളൊരു സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു എന്ന് കരുതുക. നിങ്ങൾക്ക് ആ ജോലിയോട് തീരെ താല്പര്യമില്ല. നിങ്ങൾ ആ ജോലി തുടരണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഉറപ്പുള്ള ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഒരുപാട് പ്രാവശ്യം ക്ലോക്കിൽ നോക്കിയായിരിക്കും നമ്മൾ ഒരു ദിവസം നമ്മൾ തള്ളി നീക്കുന്നത്. നമ്മൾ താല്പര്യമില്ലാതെ ചെയ്യുന്ന ഏതൊരു തൊഴിലിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇപ്പോൾ സർക്കാർ ഉദ്യോഗമാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ ഉറപ്പായും അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കും കൂടുതൽ ക്ലാസ്സുകൾക്കുമായിട്ട് മാജിക് ബുക്ക് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്